പോലീസ് വാദം തള്ളി കോടതി. അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. വർഗീയ പരാമർശത്തിൽ കേസെടുക്കണം. സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള പരാതികൾ അന്വേഷിക്കണമെന്ന് എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം പാസാക്കി നിയമസഭ. ബിജെപിയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളി. പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന പ്രമേയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ലോക് ഭവനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തും. മുഖ്യമന്ത്രി പങ്കെടുക്കും. വമ്പൻ കുതിച്ചുചാട്ടത്തിന് വിഴിഞ്ഞം തുറമുഖം. അദാനി പോർട്ടുമായി കൈകോർക്കാൻ ആഗോള കപ്പൽ കമ്പനി. 49% ഓഹരിക്കായി MSC നിക്ഷേപിക്കുന്നത് 13,000 കോടി. തുറമുഖത്തിന്റെ ശേഷി 16 നിന്ന് 57 ലക്ഷം TEU ആയി ഉയരും. സംസ്ഥാനത്തെ 2 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട്. കയ്യാങ്കളിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർമാർക്കെതിരെ കേസ്. വനിതാ അംഗങ്ങളുടെ പരാതിയിൽ നടപടി. വനിതകളെ തടഞ്ഞുവെച്ചെന്നും മർദ്ദിച്ചുവെന്നും FIR. ഓപ്പറേഷൻ തൂഫാൻ യോഗത്തിലെ പ്രതിനിധി ബാറിൽ അറസ്റ്റിൽ. മദ്യപിച്ച് സംഘർഷമുണ്ടാക്കിയതിനെ തുടർന്ന് അകത്തായത് എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി ഷിബു. കെ സുധാകരൻ MP വിളിച്ച യോഗത്തെക്കുറിച്ച് അറിവില്ലെന്ന് DCC. ന്യൂസ് 18 കേരളം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ AD 2026 തിരുവനന്തപുരത്ത് തുടക്കം. ലഹരിക്കടത്തിന്റെ വേരറുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാനിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും ആഭ്യന്തരമന്ത്രി. ന്യൂസ് 18 പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ പറയുന്നു, ഈ ലഹരി മാഫിയയുടെ വേരറുക്കുന്നത് വരെ ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ട് തന്നെ പോകും. സ്വകാര്യ ബസ് സമരം തടയാൻ സർക്കാരിന്റെ അനുനയ നീക്കം. ഗതാഗത മന്ത്രി വിളിച്ച ചർച്ച ഇന്ന്. പ്രിയദർശിനി സർവീസിനെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയെന്ന് ഉടമകൾ. +2 പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉറപ്പാക്കാൻ സർക്കാർ. വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി. വാഹന മോഡിഫിക്കേഷൻ കേന്ദ്ര നിയമാവലി അനുസരിച്ച് മാത്രമെന്ന് CP ജോൺ. ലോകകപ്പ് നോക്കൌട്ടിൽ വമ്പന്മാരായ ഫ്രാൻസിനെ ഇന്ന് സ്വീഡൻ നേരിടും. മത്സരം രാത്രി 2:30. മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് കരുത്തരായ നോർവേ നേരിടും. മെസ്സിയെയും സോറാൻ മംദാനിയെയും ഉനാനിയിലേക്ക് കൊണ്ടുവരാൻ ആലോചനയെന്ന് KP നൌഷാദ് അലി MLA. അവിടെ ഷാരൂഖ് ഖാൻ അടക്കമുള്ള ആളുകളെ AR റഹ്മാനും ശ്രേയ ഘോഷലും എന്തിന് ലയണൽ മെസ്സി തൊട്ട് മംദാനി വരെയുള്ള ആളുകളെ പൊന്നാനിയിലേക്ക് കൊണ്ടുവരണമെന്ന ചിന്തയുണ്ട്. ഇതൊന്നും നിങ്ങൾ